കോഴിക്കോട് കല്ലാച്ചിയിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശം. മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകളും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. ആർക്കും പരുക്കില്ല. താമരശ്ശേരി കാരാടിയിൽ പന വീണ് പിക്കപ്പ് വാൻ തകർന്നു. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, എന്താണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ? അനുജ, കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുന്നുണ്ട്. അതിശക്തമായ മഴ തന്നെയാണ്. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കാറ്റുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ ഉണ്ടായ കാറ്റിലാണ് ഇത്തരത്തിൽ നാദാപുരം മേഖലയിലും ഒപ്പം തന്നെ താമരശ്ശേരി മേഖലയിലും മാവൂരിനും വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. ആദ്യം കല്ലാച്ചി ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കല്ലാച്ചിയിൽ ഇന്നലെ മിന്നൽ ചുഴലിയാണ് ഉണ്ടായത്. മിന്നൽ ചുഴലി തെരുവൻ പറമ്പിലാണ് ഇത്തരത്തിൽ മിന്നൽ ചുഴലി ആഞ്ഞു വീശിയത്. വൻ മരങ്ങൾ കടപുഴകി വീണു, വീടുകൾ തകർന്നിട്ടുണ്ട്, ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്, വാഹനങ്ങൾക്ക് മുകളിലും ഇത്തരത്തിൽ മരങ്ങൾ വീണിട്ടുണ്ട്. മറ്റൊന്ന് താമരശ്ശേരിയിലും സമാനമായ രീതിയിൽ ഇന്ന് പുലർച്ചെ തന്നെയാണ് ഇത്തരത്തിൽ ശക്തമായ കാറ്റ് വീശിയത്. താമരശ്ശേരി കാരാടിയിൽ വീട്ടുപറമ്പിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ പന മുറിഞ്ഞു വീണു. ഈ വാൻ തകർന്നിട്ടുണ്ട്. മറ്റൊന്ന് കൂടത്തായിക്കടുത്ത് കുന്നത്തുകണ്ടിയിൽ ആണ് മരങ്ങൾ വീണ് വീട് തകർന്നത്. കുന്നത്തുകണ്ടി റഷീദിൻ്റെ വീടാണ് ഇത്തരത്തിൽ തകർത്തിട്ടുണ്ടായിരുന്നത്. കൂറ്റൻ തെങ്ങുമാണ് ഈ റഷീദിൻ്റെ വീടിന് മുകളിലേക്ക് വീണിട്ടുള്ളത്. പറശ്ശേരി ഷിഹാബിൻ്റെ വീടിന് മുകളിലേക്കും തെങ്ങ് വീണു. KSCBയുടെ ലൈനിന് മുകളിൽ മരങ്ങൾ വീണിട്ടുണ്ട്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മലയോര മേഖലകളിലാണ് ഇത്തരത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായത്. ഇന്ന് പുലർച്ചെ വീശിയ കാറ്റിലാണ് ഈ നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടായത്. അനുജ, കോഴിക്കോട് ജില്ലയിലും ശക്തമായ കാറ്റും മഴയുമാണ്. അതിൽ കല്ലാച്ചിയിൽ ഉണ്ടായത് മിന്നൽ ചുഴലിയാണ്. വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നതാണ് റിപ്പോർട്ട്.